കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. 3:15 എന്ന സമയത്തിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര എന്നാണ്. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം, ഷോർട്ട് കട്ടുകൾ അറിയാം. ഇക്വേഷൻ 30h - 11/2m എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ 3:15 എന്ന സമയത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേകത എൻ്റെ കുട്ടികൾക്ക് പറയാൻ പറ്റുമോ? അത് മറ്റൊന്നുമല്ല, 3:15 എന്ന് പറയുന്ന സമയത്തിൽ സൂചികൾ ഏകദേശം ഒരേ പൊസിഷനിലായിരിക്കും അല്ലേ? ഏകദേശം ഒരേ പൊസിഷനിലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമയമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെങ്കിൽ ഇക്വേഷൻസിൻ്റെ സപ്പോർട്ടൊന്നും നമുക്ക് ആവശ്യമില്ല. ആംഗിൾ കാണാനായിട്ട് ചോദ്യത്തിലെ മിനിറ്റ് എത്രയാണോ അതിൻ്റെ പകുതി എടുത്തു വെച്ചാൽ മതി. ചോദ്യത്തിലെ മിനിറ്റ് എത്രയാണോ അതിൻ്റെ പകുതി കോണളവിന് തുല്യമായിരിക്കും. ഓക്കെ ആണോ? അപ്പോൾ ഇവിടുത്തെ കഥയൊന്ന് പറഞ്ഞേ. 3:15 ആണ് ചോദ്യത്തിലെ മിനിറ്റ്, 15 മിനിറ്റാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 15ൻ്റെ പകുതി എടുത്ത് എഴുതി വെച്ചാൽ മതി. 3:15 സൂചികൾക്കിടയിലുള്ള കോണളവ് എത്ര എന്ന് ചോദിച്ചാൽ 15ൻ്റെ പകുതി 7.5 ഡിഗ്രി എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? 1-2 ചോദ്യം കൂടെ പറയട്ടെ ഞാൻ. ഇതൊന്ന് നോക്കിയേ. 1:05 സമയം, 1 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ കോണളവ് ചോദിച്ചാൽ രണ്ട് സൂചികളും ഏകദേശം ഒരേ പൊസിഷനിലാണ്. ഒന്നുമില്ല, ചോദ്യത്തിലെ മിനിറ്റ് എത്ര മിനിറ്റാ? 5 മിനിറ്റ്. അതിൻ്റെ പകുതി എടുത്ത് എഴുതിയാൽ മതിയെന്നേ. 5ൻ്റെ പകുതി 2.5 ഡിഗ്രിയാണ് ഇവർക്കിടയിൽ ഫോം ചെയ്യാൻ പോകുന്ന ആംഗിള്. ഒരു ചോദ്യം കൂടെ നോക്കൂ. 5:25. രണ്ട് സൂചികളും ഏകദേശം ഒരേ പൊസിഷനിലാണ്. രണ്ട് സൂചികളും ഒരേ പൊസിഷനിൽ വന്നാൽ കോണളവ് കാണാൻ ചോദ്യത്തിലെ മിനിറ്റ് എത്രയാണോ അതിൻ്റെ പകുതി എടുത്ത് എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ 5:25, ചോദ്യത്തിലെ മിനിറ്റ് 25 മിനിറ്റ് ആണ്. 25ൻ്റെ പകുതി 12.5 ഡിഗ്രി നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ എൻ്റെ കുട്ടികൾ? ശരി, താങ്ക് യു.